നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു രാത്രി ഇരുട്ടത്ത് കഴിഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾ ചത്തു പോകുന്നില്ല. എന്നാ അനുഭവിച്ചോ. അല്ല, ലോകകാര്യങ്ങൾ മൊത്തം അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടല്ലോ, വിളിച്ച് ചോദിക്കാൻ പറ. അങ്ങനെ പറയച്ചാ. അല്ല, KCBയിൽ വിളിച്ചിട്ടേ പത്മ ടീച്ചറിന്റെ വീടാണെന്ന് പറഞ്ഞാ മതി. അപ്പൊ തന്നെ അവര് വന്ന് ശരിയാക്കി തരും. VVIP അല്ലേ? ഹലോ, അയാൾ എന്താ പറഞ്ഞത്? KCBയിൽ വിളിച്ച് ചോദിക്കാൻ. ഇപ്പൊ അമ്മയ്ക്ക് സമാധാനം കിട്ടിയോ? അമ്മ ഫോണിങ് തന്നെ. വേണ്ട മോളെ, വഴക്കിനൊന്നും നിക്കണ്ട. ഫോണിങ് തരാനല്ലേ പറഞ്ഞ? ഇന്ന് രാത്രി എന്തായാലും ഈ ഫ്യൂസ് നമ്മൾ കുത്തില്ല. ചൂടും കൊതുകും ഒക്കെ ആവുമ്പോ പത്മ ടീച്ചർ ഒരു പാഠം പഠിക്കും. ഇപ്പോഴാ എന്റെ അച്ഛൻ സൂപ്പർ ഹീറോ ആയത്. അയ്യോ, ഹലോ, ഞാൻ പത്മയാ. ഞങ്ങളുടെ പോർഷനിൽ മാത്രാണല്ലോ കറണ്ട് ഇല്ലാത്തത്. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടല്ലോ. പോവാണെങ്കിൽ രണ്ട് വീട്ടിൽ ഒരുമിച്ച് പോണ്ടേ? നാളെ വഴിയിൽ വെച്ചെങ്ങാനും കറണ്ടിനെ കാണുമ്പോ ചോദിച്ചാ മതി. എനിക്കറിയില്ല എന്താ കാര്യമൊന്നും. അറിയില്ലെന്ന് പറയണ്ട. നിങ്ങൾ എന്തേലും ചെയ്തതായിരിക്കും. അല്ലാതെ എങ്ങനെയാ ഒരു പോർഷനിൽ മാത്രമായിട്ട് എങ്ങനെ കറണ്ട് പോകുന്നേ? നമുക്ക് ഒരു കാര്യം ചെയ്യാം. നാളെ KCB ആളുകൾ വരുമായിരിക്കും. അല്ല, വീട്ടിൽ നല്ല ബെഞ്ചൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടെങ്കിൽ അവര് വരുമ്പോ അതിന്റെ മോളിൽ കയറ്റി അങ്ങ് നിർത്താം. അല്ല, തെറ്റ് ചെയ്യുന്നവരെ ബെഞ്ചിന്റെ മുകളിൽ കയറ്റി നിർത്തുന്നതല്ലേ ശിക്ഷ? ഓ, അത് ശരി. താൻ തന്റെ മോൾക്ക് വേണ്ടി എന്നോട് പ്രതികാരം ചെയ്യാൻ നിൽക്കാണല്ലേ? തന്നെ ഞാൻ. ഹലോ ഹലോ, അവൾക്ക് ദേഷ്യം വന്ന ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. ഒന്നും കാര്യമാക്കരുത്. ഞങ്ങൾ KCBയിൽ വിളിച്ച് പറഞ്ഞോളാം. നിങ്ങൾ എത്ര മാന്യമായിട്ടാ സംസാരിക്കുന്നത്. ആ പോർഷനിൽ നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിലേ എന്തൊരു മനസമാധാനമായിരുന്നേ. എന്തായാലും ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ KCBയിലോട്ട് വിളിക്കാം. തന്റെ ഔദാര്യൊന്നും ഞങ്ങക്ക് വേണ്ട. ഒരു രാത്രി ഇരുട്ടത്ത് കഴിഞ്ഞു എന്ന് വെച്ച് ഞങ്ങൾ ചത്തു പോകുന്നില്ല. എന്നാ അനുഭവിച്ചോ. എന്തൊക്കെ ഈ പറയുന്നേ? എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരൊറ്റ ദിവസം എന്റെ മോള് ഭക്ഷണം കഴിക്കാതിരുന്നത് അതും അവള് കാരണോ? അവരെ ഞാൻ വെറുതെ വിടില്ല. മോള് കഴിക്ക്. അമ്മ എന്തിനാ എന്നോട് ഇത്രയും താഴ്ന്ന് സംസാരിക്കുന്ന? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിന്നെ പോലെ ഞാനും ദേഷ്യപ്പെടുന്നു. ന്യായമുണ്ടെങ്കിൽ ദേഷ്യപ്പെടാം.
അമ്മ ഇതയാൾ കരുതി കൂട്ടി ചെയ്തതാ. അയാൾ തന്നെ ഇതിന് കാരണം. മോളെ, നിന്റെ സംശയം ശരി തന്നെയാ. ഇത് അവന്റെ പണി തന്നെയാ. കേട്ടല്ലോ. അല്ല, ഇവിടുത്തെ മോൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ പറ്റുമ്പോൾ അത് ചെയ്യില്ലേ? അതുപോലെ തന്നെയാ ഹരിയുടെ കാര്യവും. കല്യാണിക്ക് മനസ്സിന് വേദന തട്ടിന്ന് പറഞ്ഞ അവനത് സഹിക്കുകയല്ല. അതെ, കരണ്ട് പോയ കാര്യം നാളെ മോള് തന്നെ അവനോട് നേരിട്ട് ചോദിക്കേ. ഫ്യൂസ് ഊരിയതാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാന്നേ. അയ്യോ, അത് എന്നിട്ട് ഇപ്പൊ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാം. രാത്രിയായില്ലേ മോളെ, നാളെ നേരം വെളുക്കട്ടെ. അതെ. അതുകൊണ്ട് ഒരു രാത്രി മുഴുവൻ കൊതുകടി കൊള്ളണോ? ഒരു ഫാൻ പോലും ഇല്ലാതെ ചൂടത്ത് കിടക്കണോ? നമ്മൾ എന്താ അയാളുടെ അടിമകളാണോ? പറഞ്ഞു നീ പെരുപ്പിക്കാതെ. ഒരു ദിവസം കറണ്ട് ഇല്ലാന്ന് പറഞ്ഞ് അത് ശീലിക്കണ്ടേ? നീ ചെന്നകത്തിരിക്കെ. ചെല്, പോ. ഇവരെ പരസ്പരം യുദ്ധം ചെയ്ത് കാണുമ്പോഴേ ഇതൊക്കെ അവസാനിപ്പിച്ച് ഒന്നിക്കാനുള്ളവരെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഹാ. എല്ലാ പിണക്കവും അവസാനിപ്പിച്ച് അവരൊന്നാവണമെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയേ പറ്റൂ. ഹലോ, ഇവിടെ ആരുമില്ലേ? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നേ. ആ, മോളോ? അയാൾ എവിടെ? ആ, ആര്? നിങ്ങളുടെ മകൻ, ആ KCB എഞ്ചിനീയർ. KSB എഞ്ചിനീയർ. ആ, എഞ്ചിനീയർ. അയാൾ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇന്ന് വല്ലത് ഇവിടെ നടക്കും. ഇപ്പൊ വിളിക്കാം കേട്ടാ. ആ, 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 ഹരി. മോനെ. ആ, ഹരി. അതെ, KSB എഞ്ചിനീയറെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. KCB നാളോ? ആ. ഇവിടെയോ? അല്ല, ആളറിയില്ല. ആരെ രാവിലെ നീ തന്നെ? തന്നെ ഒന്ന് ചെന്ന് നോക്ക്. ചെല്ല്, നിന്നെ കാണാൻ വേണ്ടി വന്നതാ. പോയി നോക്കടാ. ആരെ രാവിലെ 100 കൂട്ടം തിരക്കിന്റെ ഇടയിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.